അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. അതായത് രാഷ്ട്രീയാനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ സാധാരണ മനുഷ്യർക്ക് നൽകിയെന്ന ആത്മവിശ്വാസത്തോടെയാണല്ലോ LDF മത്സരിച്ചത്, ജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. നോക്കൂ, വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഭരണം മൂന്നാമതും എന്ന ആശയം മുന്നോട്ട് വെച്ച് സജീവമാകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നാളെ അടിതെറ്റിയാൽ സാധാരണയായി LDFന് മേൽക്കോയ്മയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പോലും അടിതെറ്റിയാൽ എന്തെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട്. അടിതെറ്റിയാൽ ഏത് തരത്തിലുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് ആ തെറ്റിയതിന്റെ കാരണം കണ്ടുപിടിച്ച് തെറ്റാൻ ഉണ്ടായ സാഹചര്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഇടത് ജനാധിപത്യ മുന്നണിക്ക് പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തിൽ അത് പരിഹരിച്ച് ഞങ്ങളുടെ ലക്ഷ്യമായ മൂന്നാം തവണ കൈവരിക്കാൻ തന്നെയാണ് തീരുമാനം. അല്ല, ആരാണത് പറഞ്ഞതെന്നറിയില്ല. ഈ ചർച്ചയുടെ തുടക്കത്തിൽ TP ജയേന്ദ്ര മാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പ്രധാനപ്പെട്ട പ്രമുഖ CPM നേതാവ് പറഞ്ഞു അത്രേ, LDFന്റെ വോട്ട്, ഇടതിൻ്റെ വോട്ട് ഒരുപാട് BJPയിലേക്ക് പോയിട്ടുണ്ടെന്ന്. ഞാനിത് പറയാൻ കാരണം, സാധാരണ നമ്മൾ തുടക്കകാലത്തൊക്കെയും BJPയുടെ വളർച്ചാ ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് വോട്ടുകളാണ് BJPയിലേക്ക് പോകുന്നത് എന്നാണ്. പക്ഷേ ഇതിപ്പോൾ CPM വോട്ടുകൾ പോലും BJPക്ക് പോകുന്നതും CPMകാർ പോലും ഒറ്റ ദിവസം കൊണ്ട് BJPയിലേക്ക് എത്തുന്നതുമൊക്കെ പതിവ് കാഴ്ചയായി മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വന്തം കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ CPM എന്നതൊരു ചോദ്യം. അത് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിടേണ്ടി വന്നാൽ അതിനെങ്ങനെ അതിജീവിക്കുമെന്നത് രണ്ടാമത്തെ പ്രശ്നം. അല്ല, അത് സ്വന്തം കാലിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒരു സംശയം നോക്കേണ്ട കാര്യമില്ലല്ലോ. അത് പറഞ്ഞു എന്നല്ലേ ജയചന്ദ്രൻ മാഷ് പറഞ്ഞതായിട്ട് അങ്ങ് പറഞ്ഞു. ഷാജി പറഞ്ഞത് അങ്ങനെയല്ലേ? CPMന്റെ പ്രമുഖരായ നേതാവ് പറഞ്ഞു ഞങ്ങളെ വോട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പൊ അത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് അവർ പറഞ്ഞ വസ്തുതകൾ സത്യമാണെങ്കിൽ അവരത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി അത് തിരുത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. തിരുത്തുന്നത് ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നയം, ആ രാഷ്ട്രീയ നയം പറഞ്ഞു കൊടുത്ത് ആ രാഷ്ട്രീയ നയത്തിലൂടെ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്നൊരു പരിശ്രമം നടത്തി നോക്കണം. ഇല്ലെങ്കിൽ പരാജയം സമ്മതിക്കേണ്ടി വരും, പരാജയം ഏറ്റുവാങ്ങേണ്ടിയും വരും. അതല്ലാതെ ഈ തരത്തിലുള്ള മറ്റ് യാതൊരു വികൃതിയും കൊണ്ട് ജനങ്ങളുടെ മനസ്സിനെ മാറ്റാൻ കഴിയില്ല. അല്ലെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും എന്തെങ്കിലും നമുക്ക് ആവാഹിച്ചെടുക്കാനും കഴിയില്ല. ഇവിടെ ഒരു ചെറിയ ഒരു ഉദാഹരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പന്തളവും അതുപോലെ പാലക്കാട്ടും. അവിടെ പന്തളത്ത് ഭരിച്ചത് BJP, അതുപോലെ പാലക്കാട്ടും BJP ഭരിച്ചു. കേരള സംസ്ഥാനത്തിൽ നിന്ന്, സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആ പല പ്രോജക്റ്റുകൾക്കും ഈ രണ്ട് പഞ്ചായത്തുകളിലേക്കും വന്നിട്ടുണ്ട്. അത് ഈ രണ്ട് പഞ്ചായത്തിന് മാത്രമല്ല, കേരളത്തിലെ 1000-ഓളം വരുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് എല്ലാം ഉണ്ട്. കൂട്ടത്തിൽ ഒന്ന് ഇവർക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അവിടെ പോയി LDFന്റെ ആളുകൾ, ഈ പന്തളത്തും പാലക്കാട്ടും പോയി LDFന്റെ ആൾക്കാർ ഞങ്ങളെ ഗവൺമെന്റ് തന്നുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇതെല്ലാം ചെയ്തത് എന്ന് പറയുന്നത് ഒരു വങ്കത്വമാണെങ്കിൽ, കേന്ദ്ര ഗവൺമെന്റ് തരുന്നത് കൊണ്ടാണ് ഇവിടെ റേഷൻ ഷാപ്പ് തുറക്കുന്നത്, കേന്ദ്ര ഗവൺമെന്റ് തരുന്നത് കൊണ്ടാണ് ഇവിടെ വിദ്യുച്ഛക്തി ഉൽപാദനം നടക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അത് ഒരു ശരിയല്ല എന്നാണ്. ഇതൊരു ഫെഡറൽ സ്റ്റേറ്റ് ആണ്, ഫെഡറൽ ഭരണഘടനയുള്ള ഒരു രാജ്യമാണ്.